എങ്ങനെയായിരുന്നു ഈ പറയുന്ന നന്ദനം? അതായത് നമ്മൾ ഒരുപാട് എന്താ പറയുക ചരിത്രങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു 2001 2000 ഒരു മൂവി, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി, അതൊരു ഡാൻസ് ഫോം ആക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു സിനിമാറ്റിക് കാര്യമാണ്. അത് എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അല്ല, ഇത് മുൻപ് ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഡാൻസിലേക്ക് വരുമ്പോൾ അത് ആളുകൾക്കും അന്നത്തെ വിധികർത്താക്കൾക്കും അത് അത്ര ദഹിക്കത്തില്ലായിരുന്നു. അത് അങ്ങ് വെട്ടിക്കളയും, ഫൗള്, സിനിമ കഥ എന്നൊക്കെ പറഞ്ഞ് അത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പണ്ട്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞ ആളുകളുടെ ചിന്തകളും അക്സെപ്റ്റൻസും ഒക്കെ മാറി. അങ്ങനെ ഒരു ഇത് നോക്കുമ്പോൾ എനിക്കത് എന്തുകൊണ്ട്, ഞാൻ ആദ്യം ആക്ച്വലി ഒരു 5 മിനിറ്റുള്ള ഫോക്ക് ഡാൻസ് ആണ് എഴുതിയത്. അപ്പോൾ ഫോക്ക് ഡാൻസ് എഴുതി വന്നു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എന്തുകൊണ്ട് അത് ഗ്രൂപ്പായിട്ട് ട്രൈ ചെയ്തുകൂടാ. അതിനകത്താണ് തൃശ്ശൂരാണ് കലോത്സവം നടക്കുന്നതെന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പ് അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്നാണെങ്കിലും ഗ്രൂപ്പാണെങ്കിൽ അത് ഇച്ചിരൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് തീംസിൽ വൺ ഓഫ് ദ തീംസ് ആയിരുന്നു നന്ദനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ ഒരുപാട് സിനിമകൾ എക്സ്പെക്ട് ചെയ്യാമോ? ഞാൻ ഇതിനു മുന്നേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ ആയിട്ടുള്ള മറ്റേ രമണൻ, ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ, ഇതെല്ലാം മലയാളത്തിലെ ലിറ്ററേച്ചർ കം ഫിലിമായി വന്നിട്ടുള്ള കുറെ മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റിക് ആയിട്ടുള്ളത് അങ്ങനെ ഒരു പ്യുവർ സിനിമാറ്റിക് ആയിട്ട് വന്നത് നന്ദനം തന്നെയാണ്. പക്ഷെ നന്ദനം എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അതിൽ ഈ ഗുരുവായൂരപ്പൻ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും അത് മൂവിക്ക് അപ്പുറം ഒരു വികാരമുണ്ട് ആ മൂവിയോട്. അതൊരു സാധാരണ ഒരു മൂവി എന്നുള്ള രീതിയിലല്ല. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണന്റെ 11ാമത്തെ അവതാരമായിട്ട് വരെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ 10 അവതാരമാണ്, വിഷ്ണുവിന്റെ 10 അവതാരത്തിൽ 11ാമത്തെ അവതാരമായിട്ട് ബാലാമണിയെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കാണുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറെ പേര് എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും ചിന്തിച്ചു, ശരിയാണ്, ഈ മനുഷ്യന്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവങ്ങൾ ഓരോ അവതാരങ്ങൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഉണ്ണിയേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്ത മൊമെന്റ്സ് ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവി ആയിരുന്നു. മലയാളികൾ ഉള്ളിടത്തോളം കാലം നന്ദനം ഓൾ ടൈം ഹിറ്റാണ്. പിന്നെ രഞ്ജിത്ത് ഏട്ടൻ അതിനോടാണ് ഏറ്റവും, ഡയറക്ടർ രഞ്ജിത്ത്, ആളുടെ തലയിൽ ഉദിച്ച ഒരു സാധനമാണല്ലോ അത് ഈ ഒരു രീതിയിലേക്ക് വന്നത്.